യോഗ, ആയുർവേദ, പരമ്പരാഗത വൈദ്യശാസ്ത്ര വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആയുഷ് ഫോറം എംബസി ആരംഭിക്കുമെന്ന് കുവൈറ്റ് ഇന്ത്യൻ സ്ഥാനാധിപതി പരമാവധി ത്രിപതി. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സാൽമിയ ബോളിവുഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്ഥാനാപതി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായി യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവും കുവൈറ്റ് യോഗ കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ അലി അൽ ജാബർ അൽ സബ, സൗദി അറേബ്യയിലെ അറബ് യോഗ ഫൗണ്ടേഷൻ സ്ഥാപകയും ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ പത്മശ്രീ നൌഫ് അൽ മർവായി, ഇന്തോനേഷ്യൻ അംബാസിഡറും ഏഷ്യൻ അംബാസിഡർമാരുടെ ഗ്രൂപ്പിന്റെ ഡീനുമായ ഡോക്ടർ അമീറ അൽ ഹസൻ, കുവൈറ്റിലെ UN ഹാബിറ്റാറ്റ് മിഷൻ മേധാവി, വിവിധ എംബസികളിലെ നയതന്ത്ര പ്രതിനിധികൾ, കുവൈറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ പോസ്റ്റർ മത്സരവും യോഗ പെയിന്റിംഗ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. യോഗ അന്താരാഷ്ട്ര ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും എംബസിയും സെന്റർ ഓഫ് ഇന്ത്യൻ സ്റ്റഡീസുമായി സഹകരിച്ച് എല്ലാ വെള്ളി ശനി ദിവസങ്ങളിൽ പ്രഭാത യോഗാ സെഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും രാവിലെ 5 മണി മുതൽ 6:30 വരെയാണ് ഈ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. 2200-ലധികം പേർ ഇതുവരെ ഈ സെഷനിൽ സംബന്ധിച്ചതായും സ്ഥാനപതി കൂട്ടിച്ചേർത്തു. Namaskar. Today we celebrated the 12th International Day of Yoga in Kuwait. I am very happy to see such participation of more than 1,700 people gathered here at this beautiful Boulevard Cricket Grounds. We have been conducting a 3-day yoga festival which started yesterday and it will end tomorrow with the International Day of Yoga on 21st June. We thank everyone for participating today, for joining us, and the Indian community in Kuwait, our Kuwaiti friends, the diplomatic corps. Thanks to our sponsors and our partners for making this such a success. Thank you so much. So how do you feel after this session, the yoga session? Actually, good morning to everyone. It's my pleasure to be a part of yoga. It's really the first time in my life I do it. So I appreciate that. So Embassy of India and the Ambassador, I'm so glad to be here also. Thanks to the Embassy of India for this invitation. Okay, sir. Well, it's lovely. I've been practicing yoga for more than 25 years, but to do it outdoors and with such lovely people, it's perfect, beautiful. And as a member of the Governorate Council of Mubarak Kabir, you have my full support to use the gardens in Mubarak al-Kabir. It's a great session, especially today. It's a very nice grounding on this grass, and we thank the Indian Embassy for that event. And as I am a capital member, they are welcome to do these events near the beaches in capital city and the gardens, because yoga, it's not only a physical exercise, it heals the heart, the mind, mental. So ഇന്നത്തെ യോഗ ഡേ നമ്മുടെ സംഘാടക സമിതി വിചാരിച്ചതിനെക്കാട്ടിയും വലിയൊരു വിജയമായിരുന്നു. ആക്ച്വലി നമ്മൾ 1000 പീപ്പിളാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇവിടെ എടുത്ത സമയത്ത് ഹിസ് എക്സലൻസി ഉൾപ്പെടെയുള്ളവർ 1000 പീപ്പിളാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് 2000ഓളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നു. അതോടൊപ്പം തന്നെ ഭാരതീയ പ്രവാസി പരിഷത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഏരിയകളിൽ യോഗ ഡേയുടെ ഇതായിട്ട് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. KKMA ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ എംബസി സപ്പോർട്ട് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും KKMA 1.5 വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും ഹെൽത്ത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ എല്ലാ ഫ്രൈഡേയും ഞങ്ങൾ ഫർവാന ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അത് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് വീക്ക് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ സാൽമിയയിലും ഫർവാനയിലും എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ രാവിലെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15 യൂണിറ്റുള്ള ആൾക്കാരും
ബ്രാഞ്ചുകൾ ഈ 15 ബ്രാഞ്ചിലെ ആൾക്കാരും ഈ യോഗയായിട്ട് സഹകരിക്കുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് അവരെല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും KKMയുടെ ഈ ഒരു എഫേർട്ടിനെ, അത് ഇന്ത്യൻ എംബസിയോടുള്ള ഇന്ത്യയോടുള്ള ഈ കൾച്ചറിനോടുള്ള നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റിനെ നമ്മളും ബഹുമാനിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇന്ത്യൻ സമൂഹം മുഴുവൻ ഇവിടെ ഒന്നിച്ചെടുത്തുകയും വളരെ ഭംഗിയായിട്ട് അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റി. അതിനൊരു ഭാഗമായിട്ട് ഞങ്ങളുടെ സംഘടന സേവാദർശനും അതിനൊരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമാണ് നിങ്ങൾ എത്ര വർഷമായി ഈ യോഗ ഡേ ആയിട്ട് സഹകരിക്കുന്നത്? ഞങ്ങളിപ്പം 2015 മുതൽ ഞങ്ങൾ ഇതുവരെ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ യോഗ പ്രോഗ്രാം തുടങ്ങിയ വർഷം മുതൽ സേവാദർശൻ്റെ കീഴിൽ തന്നെയാണ്. അന്ന് സേവാദർശൻ ഫുൾ സപ്പോർട്ടോടുകൂടി തന്നെ നമ്മൾ തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇന്നേ വരെ എല്ലാ കാര്യത്തിനും നമ്മൾ അതിൻ്റെ ഒരു വോളണ്ടിയറായിട്ട് തന്നെ നിന്ന് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് എന്താ പറയുക, എല്ലാ കൺട്രീസിലെ ആൾക്കാരും തന്നെ വന്ന് ഡിഫറെൻറ്റ് എംബസീസിൻ്റെ ആൾക്കാരെല്ലാവരും വന്നുകൊണ്ട് ഇത്ര സക്സസ് ആയിട്ടുള്ളൊരു യോഗ ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു അവർ അംബാസിഡർ ആൻഡ് ഓൾ ദ എംബസി പീപ്പിൾസ് ഓൾസോ. താങ്ക് യു സോ മച്ച്. യോഗ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക, നല്ല മനസ്സും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. കുവൈത്തിലെ ബോളിവുഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻമാരായ ആദിക്കും അദ്ദേഹത്തിനൊപ്പം കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.